ഓക്കെ, സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ട്രെയിനർ ആയിട്ട് ഓക്കെ മാജിക് മോർണിംഗ് മാം. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഓസ്റ്റിൻ സാറാണ്. അപ്പോൾ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് ആയിട്ടുള്ള ഓസ്റ്റിൻ സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് KGF എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാർ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സോ മച്ച്, താങ്ക്സ് എ ലോട്ട്. ഇന്ന് ഒരു ഫിലിം ബേസ്ഡ് സംഭവമാണ് KGF. KGF സിനിമ കാണാത്തവരാരെങ്കിലും ഉണ്ടോ? കണ്ടവരുണ്ടോന്നും ചോദിക്കുന്നില്ല. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് യെസ് നടിക്കാവോ? യെസ്ന്നോ നോന്നോ എന്തെങ്കിലും? കണ്ടോന്നോ കണ്ടില്ലെന്നൊന്ന് പറയൂ. ഏതാ? കേട്ടില്ല സനീഷ് സാറേ. കണ്ടെന്നോ കണ്ടില്ലെന്നോ? നോ, കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടോ? അടിപൊളി. ഓക്കെ, കണ്ടവർ എത്ര പേരുണ്ട്? മെഡിറ്റേഷൻ കഴിഞ്ഞ വഴിക്ക് ഉറങ്ങിപ്പോയോ? കണക്കല്ലല്ലോ. KGF മൂവി കണ്ടവർ എത്ര പേരുണ്ട്? ഓക്കെ, മീ, യെസ് യെസ്, ഐ ഒരുപാട് തവണ. ഓ, രഞ്ജിത്ത് ലാൽ അടിപൊളി. ഓക്കെ, വെരി ഗുഡ്. മീ, വൈ, ഓക്കെ ഓക്കെ, വൈ, ഓക്കെ. വേറെ? ദിവ്യ. പൊതുവെ ആ മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹലോ, എന്താണ്? ആരെങ്കിലൊക്കെ ഒന്നും മിണ്ടുന്നേ. അതിൽ ഏത് ഭാഗം ഇഷ്ടപ്പെട്ടെ? ആരെങ്കിലും ഒന്ന് പറയോ? നിങ്ങളുടെ ആക്റ്റീവ് ആണോന്ന് അറിയാനാണ്. മൂവിനെ കുറിച്ചോ, അത് കണ്ടുവെന്നോ കണ്ടില്ലെന്നോ ഇഷ്ടപ്പെട്ടെന്നോ ഇഷ്ടപ്പെട്ടില്ലെന്നോ എന്തെങ്കിലും? നല്ല പടം. ആ, ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും? എനർജറ്റിക് പടമാണ് രഞ്ജിത്തിലല്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ? സൂപ്പർ ത്രില്ലിംഗ്. ഓക്കെ, കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഞാന് ഈ ഒരു മൂവീനെ വേറൊരു ആംഗിളിൽ കാണാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ലൈക്ക് ഈ മൂവിയില് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഇത് 2018 ഈ മൂവി റിലീസ് ആവുന്നത്. അപ്പം December 20 വൺ ഓഫ് ദ ബെസ്റ്റ് ഹിറ്റ് ആയിരുന്നു. ആ പടം ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് KGF ചാപ്റ്റർ 1 ഇറങ്ങുന്ന സമയത്ത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരു പടമാണ്. പ്രതീക്ഷയില്ലാന്ന് വെച്ചാല് വൺ ഓഫ് ദ എന്താ പറയാ, കന്നഡയിൽ നിന്നും കുറച്ച് കാശൊക്കെ ചെലവാക്കി ഇറങ്ങുന്ന ഒരു പടം എന്നുള്ള രീതിയിലാണ് ഈ പടം ഇറങ്ങിയത്. പക്ഷെ ആളുകൾ പറഞ്ഞ് പിന്നീട് പടം ഭയങ്കര ഹിറ്റായി. ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞപ്പോ അതൊരു വേൾഡ് വൈഡ് ഹിറ്റായി. കാര്യം ഫസ്റ്റ് പാർട്ട് ഓൾമോസ്റ്റ് 230 crores അല്ലെങ്കിൽ 340 എല്ലാം കൂടി അതിന്റെ ബിസിനസ് നടന്ന് 340 കോടി രൂപയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇറ്റ്സ് ക്രോസ്ഡ് മോർ ദാൻ 1000 crores. 1000 കോടിയിലും മുകളിൽ അതിന്റെ സെക്കൻഡ് പാർട്ട് കളക്ട് ചെയ്തു. അതിന്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഇതൊക്കെ. പക്ഷെ ഞാൻ അന്ന് ആ സിനിമ കണ്ടപ്പോ ഞാൻ വെറുതെ കണ്ടതാണ്. കാര്യം ഈ ഡബ്ഡ് മൂവീസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നെ ആകർഷിച്ച കാര്യം വെച്ചാല് അതിനകത്ത് ഡയലോഗ്സ് പലതും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ ആ ഡയലോഗ്സിനെ എൻഡർ ഫിലിം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ഭയങ്കര വയലൻസും വിട്ടൊക്കെയാണ്. പക്ഷെ അതിൽ ചില ഡയലോഗ്സ് ഇറ്റ് വാസ് റിയലി ഇൻസ്പയറിങ്. സോ ഞാൻ എന്തുകൊണ്ട് ഈ KGFന്റെ ഒരു ഇതെടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വെൻ വി കണക്ട് ദീസ് തിങ്സ് വിത്ത് ദ ഫിലിംസ് ഇറ്റ് വിൽ ഓൾവേസ് റിമെമ്പർ ഇൻ അവർ ലൈഫ്. സോ ലെറ്റ് മീ ഷെയർ. ഇതിലാരെ കോ ഹോസ്റ്റ് വേറെ ആയിരിക്കുമല്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. സോ എനിക്കിതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമ്മൾ ആ സ്ക്രീൻസ് പ്ലേ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ പോസ് ചെയ്യാം. സോ വൺസ് അഗൈൻ. ഓക്കെ, ഇത് KGFന്റെ അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കയറ്റിയാലും മതി. കാര്യം ഇതിനകത്ത് ട്രെയിലറാണ്. നമുക്ക് ആദ്യത്തെ ഒരു ഒരു ചെറിയൊരു വീഡിയോ കാണാം. എനിക്ക് നീ ഒരു വാക്ക് തരണം. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ
ഈ സീൻ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. ഈ പ്രബലനായ പടം തുടങ്ങുന്ന സമയത്ത് ആ ട്രെയിലേഴ്സിൽ അമ്മ കാണിച്ച ആ കുട്ടിക്ക് കൊടുക്കണ ഒരു വാക്കാണ്, ഒരു ദൃഢപ്രതിജ്ഞ. ആ കുട്ടി യെസ് അത് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരു സിനിമയും. ഓക്കെ. സോ ഈ അത് സിദ്ധുമാൻ പറഞ്ഞതുപോലെ ആ കുട്ടിയില് ഒരു പർപ്പസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാര്യം ആ ഒരു ദരിദ്രമായ അവസ്ഥയിൽ നിന്ന് അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇതിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ആയിട്ട് തോന്നിയ എനിക്ക് തോന്നുന്നു ആ അമ്മയുടെ ക്യാരക്ടറാണ്. കാര്യം അത്ര പെർഫെക്റ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു മൂവിയില്. അപ്പൊ ഒരു കുട്ടിയില് നമ്മളൊരു ഒരു ജസ്റ്റ് ഒരു പർപ്പസ് ആക്കി കൊടുക്കുകയാണ്. അതായത് നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട, പക്ഷെ നീ മരിക്കുമ്പോ നീ ഒരു കാശുകാരനായിട്ട് മരിക്കണം. ഇതിന്റെ ഒരു ഫസ്റ്റ് ഒരു എന്താ പറയാ, നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആയിട്ട് തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ലൈഫിലേക്ക് ഈ ഒരു ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു പർപ്പസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഒരു സീനും കൂടി ലെറ്റ് മീ ഷെയർ വിത്ത് യു. ഓക്കെ. സോ അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ നീ ഉറങ്ങ്, നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പോയെടുക്കാം. ഓക്കെ. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ അമ്മ കൊടുത്തൊരു ഡയലോഗാണ്, നീ മരിക്കുമ്പോ ഒരു പ്രബലനായ ഒരു റിച്ച് ആയിട്ടുള്ള ആളായിട്ട് മരിക്കണം എന്നുള്ളത്. അപ്പൊ അതിനെ കുട്ടി ഉറങ്ങുന്നതിന് മുമ്പ് അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു വാക്കാണ്, ഞാൻ ഈ ലോകത്തിലെ മുഴുവൻ സ്വർണവും അമ്മയ്ക്ക് കൊണ്ടുവരും എന്നുള്ളത്. നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴായിട്ട് ഇത്ര നാളായിട്ട് ജീവിക്കുന്നു, നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകുന്നു. എന്താണ് നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? അതിരാവിലെ നിങ്ങളെ എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കേൾക്കാനായിട്ടുള്ള ഒരു ലൈഫിന്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ് ആദ്യത്തേത്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും പർപ്പസ് ആണ്. പർപ്പസ് ഇല്ലാത്തവനെ ഒരിക്കലും, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലാത്തവനെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടുത്താനാവില്ല. ലക്ഷ്യമില്ലാത്തവനെ കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ പറ്റില്ല. എത്ര മോട്ടിവേഷൻ ക്ലാസ് കേട്ടാലും, എത്ര മെഡിറ്റേഷൻ ചെയ്താലും, എന്തൊക്കെ ഇവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാലും ലൈഫിൽ പർപ്പസ് ഇല്ലേ, തീർന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ 10-25 വർഷമായിട്ടൊക്കെ അറിയാം. ഇപ്പൊ ഞാനിങ്ങനെ മോട്ടിവേഷൻ സെഷൻസ് ഒക്കെ എടുക്കുന്ന അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവള് പലപ്പോഴും പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവള് എന്നോട് പറയും, ഓസ്മൻ നീ എല്ലാവർക്കും ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, നിനക്ക് എന്തുകൊണ്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെറുതെ പോയിട്ട് വാരിക്കൊരു മോട്ടിവേഷൻ ഒന്നും കൊടുക്കാറൊന്നുമില്ല. ചുമ്മാ നമ്മൾ പറയില്ല, ഇത് വെറുതെ കൊടുക്കേണ്ടതല്ല. നമ്മൾ ഫീസ് ഒക്കെ വാങ്ങി സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മോട്ടിവേഷൻ, എന്നിപ്പോ വെറുതെ ഒരാൾ പോണ സമയത്ത് അന്ന് കുറച്ച് മോട്ടിവേഷൻ കൊടുത്തളയാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് അതിന് വില ഉണ്ടാവില്ല. അപ്പൊ ഇവളോട് ഞാൻ വേറെ ചോദിച്ചു, ഓക്കെ നിന്നെ ഞാൻ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യാം, പക്ഷെ എടി നിന്റെ ലൈഫിൽ എന്താ ലക്ഷ്യം? അവള് ഷീസ് 46 നൗ, 46 വയസ്സാണ്, മോനൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് നിന്റെ ലൈഫിന്റെ ഒരു ലക്ഷ്യം? അപ്പൊ അവൾ എന്നോട്, എന്ത് ലക്ഷ്യം? നിനക്ക് പോകണം, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, കുഴപ്പമില്ല, നിനക്ക് പോകണം. ലൈഫിൽ നിനക്ക് വല്ല പർപ്പസ് ഉണ്ട് ലൈഫിൽ? എന്ത് പർപ്പസ്? ഞാൻ പറഞ്ഞു, നിന്നെ ഒരു കാലത്തും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കെന്നല്ല, ലോകത്തെ ഏറ്റവും വലിയ കോച്ച് വന്നാൽ പോലും നിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ലൈഫില് ആരെങ്കിലും ഒക്കെ ഒന്ന് എനർജൈസ് ചെയ്യണമെങ്കിൽ ലൈഫിൽ ഒരു പർപ്പസ് വേണം. എന്റെ ലൈഫിന് ഒരു പർപ്പസ് വേണം. ഇപ്പൊ ഇവിടെ ഏകദേശം 10-30 പേരുണ്ട്. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ എന്താണ് നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്ന് എഴുതാവോ. ആ കുട്ടിയുടെ ഡയലോഗിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മ ആ കുട്ടിയോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നീ ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നീ മരിക്കുമ്പോ നീ ഒരു എന്താ പറയാ പ്രബലനായ ഒരു കാശുകാരനായിട്ട് മരിക്കണമെന്ന് അമ്മ കൊടുത്ത സമയത്ത്. അതുപോലെ തന്നെ രഞ്ജിത്ത് ലാൽ റിച്ച് മാൻ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ആ കുട്ടി പറഞ്ഞില്ലേ, അമ്മേ ഈ ലോകത്തിലുള്ള കംപ്ലീറ്റ് സ്വർണവും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞില്ലേ. ആ സിനിമ സെക്കൻഡ് പാർട്ട് അവസാനിക്കുന്ന സമയത്ത് ഫുൾ സ്വർണവും അവൻ ഒരു കപ്പലാക്കി കൊണ്ടുവരുന്നുണ്ട്. അത് അമ്മയ്ക്ക് കിട്ടിയോ ഇല്ലോ എന്നുള്ളതാണ്. ഓക്കെ, ഷാമിലി ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഒന്ന് ടൈപ്പ് ചെയ്തു, വാട്ട് ഈസ് യുവർ പർപ്പസ് ഇൻ യുവർ ലൈഫ്? രണ്ടുപേരെ പറഞ്ഞുള്ളൂ, പെട്ടെന്ന് ചാറ്റ് ചെയ്തേ. ആദ്യം ആരോഗ്യം, പിന്നെ പണം. ഓക്കെ, വേഗാവട്ടെ. ഗ്രേറ്റ് ഹീലർ. ഓക്കെ,
ഹാപ്പി ആൻഡ് പീസ്. ഓക്കെ, വേറെ എവിടെ? 3 പേരേ ഉള്ളൂ, 4 പേരേ ഉള്ളൂ. ബാക്കി ഇവിടെ ഇരിക്കുന്നവർക്ക് പർപ്പസ് ഇല്ലാത്തതാണ് ഉറങ്ങാം. ഓക്കെ, ആരോഗ്യം പിന്നെ പണം, ഇത് സെയിം തന്നെ, കോപ്പി പേസ്റ്റ് ആണല്ലോ സിന്ധു മാമിന്റെ. ഓക്കെ, ഫിനാൻഷ്യൽ ഫ്രീഡം, ബിസിനസ് വുമൺ. കോപ്പി പേസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നി. ഓക്കെ, വേറെ ആരാ? ടു ഇംപ്രൂവ് മൈ ഹെൽത്ത് ആൻഡ് പീസ്, റിച്ച് വുമൺ, ബെറ്റർ പേഴ്സൺ. ഓക്കെ, എവിടെ? വരട്ടെ എല്ലാവരും എഴുതി. ലൈക്ക് ഫിനാൻഷ്യൽ അബൻഡൻസ്. ഓക്കെ, രഞ്ജിമ, ഫിനാൻഷ്യൽ അബൻഡൻസ്. ഓക്കെ, വെരി ഗുഡ്. വേറെ എവിടെ? ആരും വരുന്നില്ല. ഓക്കെ, ബെറ്റർ പേഴ്സൺ. ഓക്കെ, ഗ്രേറ്റ്. ഇനിയും കുറെ പേരൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ട്. അവര് മെഡിറ്റേഷനോടുകൂടി ഉറങ്ങിപ്പോയതാണോ അതോ ഇനി കേട്ടിട്ട് അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും യു ടൈപ്പ് ഇറ്റ്. ഇപ്പൊ ഇത് നമ്മ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഇതിനകത്തൊരു പർപ്പസ് നോക്കുമ്പോ ഈ പർപ്പസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പർപ്പസിലൊന്നും വലിയ പവറൊന്നുമില്ല. ഇതിപ്പോ രാവിലെ തന്നെ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ആരോഗ്യം പിന്നെ പണം. ഓക്കെ, അല്ല സാറേ, ഒരു കാര്യം പറയട്ടെ. പണം ആദ്യം ആരോഗ്യം എന്ന് പറഞ്ഞ സത്യമാണ്. കാരണം ആരോഗ്യമില്ലാതെ നമുക്കൊന്നും നടക്കില്ല. പണം കാരണം നമ്മൾ തന്നെ ഏത് സമൂഹത്തില് എവിടെയും തോൽക്കുന്നത് പണത്തിന്റെ പേരിലാണ്. പണം ഇല്ലാത്തവൻ പിണം എന്നാ പറഞ്ഞിട്ടുള്ളത്. എവിടെയും നമുക്ക് കയറി ചെല്ലണമെങ്കിൽ നമ്മൾ പണക്കാരനായേ പറ്റൂ. അപ്പൊ എനിക്ക് ആരോഗ്യം പിന്നെ പണക്കാരനാവണം എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് ഞാൻ നടക്കുന്നത്. വെരി ഗുഡ്. അതായിരിക്കും ഉറപ്പാ. നമ്മൾ ഈ പർപ്പസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഈ പറഞ്ഞില്ല ആരോഗ്യം പിന്നെ പണം എന്നൊക്കെ പറഞ്ഞതിപ്പോ ഞാൻ അതിന് മോശമായിട്ട് പറഞ്ഞതല്ല. ഇത് കുറച്ചും കൂടി പണം വേണത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, സത്യമാണ്. കാര്യം ഈ ഭൂമിയിൽ ഒരുപാട് നന്മ ചെയ്യാനായിട്ട് പണം കൂടിയേ തരും. പക്ഷെ ഏറ്റവും പവർഫുൾ ആയിട്ട് നിങ്ങൾ മരിക്കുമ്പോ എങ്ങനെ മരിക്കണം എന്നുള്ളതാണ്. ആരോഗ്യം പിന്നെ പണമായിട്ടല്ല മരിക്കും. നിങ്ങൾ മരിക്കുമ്പോ എന്തായിട്ടായിരിക്കും മരിക്കുന്നത്? നിങ്ങളുടെ ശവകുടീരത്തില് എന്തായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക? ഇപ്പൊ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ നോബലിന്റെ സ്റ്റോറി അറിയാലോ. അദ്ദേഹം എന്നിട്ടാണ് റിച്ചാർഡ് നോബലോ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. അത് ഭയങ്കര ബിസിനസ് ചെയ്ത ഒരാളാണ്. അപ്പൊ ബോംബ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഡൈനാമിറ്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ചേട്ടൻ മരണപ്പെടുന്നു. പത്രക്കാര് എല്ലാ ന്യൂസും റെഡി ആണല്ലോ. നിങ്ങൾക്ക് അറിയോന്ന് എനിക്കറിയണം. വേണമെങ്കിൽ ഞാനൊരു ഇൻഫർമേഷൻ തരാം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ മരണ വാർത്ത ഓൾറെഡി റെക്കോർഡഡ് പോലെയാണ്. എന്ന് വെച്ചാൽ അവരുടെ കംപ്ലീറ്റ് ഫ്യൂച്ചറും റെഡിയാണ്. അത് മാത്രമല്ല ഇവര് ഈ വലിയ മാധ്യമങ്ങളൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ പ്രധാനമന്ത്രി മരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ബറാക് ഒബാമ മരണപ്പെട്ടു, അദ്ദേഹം ഇന്നതായിരുന്നു. ഇവരിത് റിഹേഴ്സൽ ചെയ്യും. സത്യം പറഞ്ഞ കാര്യം കാര്യം ഒരു ക്വിക്ക് സെക്കൻഡിൽ ഉണ്ടാവുന്ന സംഭവമാണ്. പക്ഷെ അതിന് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ന്യൂസും ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഈവൻ പത്രങ്ങളിൽ പോലും വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ന്യൂസ് കട്ട്സും അവരുടെ ലൈഫിലെ സ്റ്റോറീസും ഇദ്ദേഹം മരിച്ചാൽ കൊടുക്കുന്ന വാർത്തകൾ കംപ്ലീറ്റ് റെഡി ആയിരിക്കും. കാര്യം ഒരാൾ മരിച്ചിട്ട് നിങ്ങൾക്കറിയാം, ഇന്നൊരാൾ മരിക്കുന്നു, പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞാൽ ഒരു 10 പേപ്പർ നിറച്ചും അയാളെ കുറിച്ചുള്ള വാർത്തകളായിരിക്കും. ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ പത്രം ഇന്ന് മരിക്കുന്നു, നാളത്തെ പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങള്, അങ്ങനെ എന്തോരം ഇൻഫർമേഷൻസ് ആണ് ഒരു വരുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് ആർക്കും എഴുതിണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രസിദ്ധന്മാരായിട്ടുള്ള എല്ലാവരും, നമ്മളും പ്രസിദ്ധരായ നമ്മുടെ ന്യൂസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഓസ്റ്റിൻ ഇങ്ങനെയായിരുന്നു, ഓസ്റ്റിൻ ഇങ്ങനെ സ്പീക്കർ ആയിരുന്നു, പറ്റായിരുന്നു. അതിൽ എല്ലാവരോടും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഇദ്ദേഹത്തിന്റെ ചേട്ടൻ മരിച്ചപ്പോ പത്രങ്ങളിൽ വലിയ ഹൈലൈറ്റ് ആയിട്ടൊരു ന്യൂസ് വന്നു. നോബൽ മരണത്തിന്റെ വ്യാപാരി, ദ മെർച്ചന്റ് ഓഫ് ഡെത്ത് ഹാസ് ഡൈഡ് എന്നാണ് പത്രം വന്നത്. പിറ്റേ ദിവസം രാവിലെ ഫുൾ ഫീച്ചറും വന്നു. പിറ്റേ ദിവസം പുള്ളി രാവിലെ പത്രം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ നോബല് കണ്ട വാർത്ത ഇതാണ്: മരണത്തിന്റെ വ്യാപാരി, ദ ഡെത്ത് ഓഫ് ദ മെർച്ചന്റ് ഓഫ് ഡെത്ത് ഹാസ് ഡൈഡ്, മരണത്തിന്റെ വ്യാപാരി മരണപ്പെട്ടു. ഇത് കണ്ടപ്പോ സത്യത്തില് നമ്മളൊക്കെ ആണെങ്കിൽ അയാളെ വിളിച്ച അച്ഛനമ്മയ്ക്കൊക്കെ വിളിക്കും ഇയാളും. പക്ഷെ തെറി വിളിക്കുന്നതിനപ്പുറം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു തോട്ട് വന്നു. അതാണ് അദ്ദേഹത്തിന്റെ ലൈഫിനെ മാറ്റി മറിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ പല നെഗറ്റീവ് ഇവന്റ്സിനും നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നവരാണ്. ഒരാൾ മരിച്ചു എന്ന് വാർത്ത നമുക്കറിയാം. പല നടന്മാരും ഇതുപോലെ പലപ്പോഴായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം SP ബാലസുബ്രഹ്മണ്യം മരിക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ മരിച്ചിട്ടുണ്ട്.
സലീം കുമാർ പലതവണ കൊല്ലപ്പെട്ടു, ഇന്നസെന്റും പലതവണ കൊല്ലപ്പെട്ടു. അവസാനമാണ് ശരിക്കും ഇവര് മരിക്കുന്നത്. വാർത്തകളൊക്കെ കള്ള വാർത്തകളൊക്കെ വരും. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ വാർത്ത ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. പുള്ളി ഇങ്ങനെ ആലോചിച്ചു, ദൈവം ഞാൻ മരിക്കുമ്പോൾ വരുന്ന വാർത്തയാണോ ഇത്? ഒരു മരണത്തിന്റെ വ്യാപാരി കൊല്ലപ്പെട്ടു എന്നാണോ? എനിക്ക് ഇങ്ങനെ മരിച്ചാൽ പറ്റൂല. ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ ലൈക്ക് ദിസ്. പുള്ളി എന്ത് ചെയ്തു? പുള്ളിയുടെ സ്വത്തില് 50% വിറ്റ് ആ പൈസ മുഴുവനും ഒരു ഒരു ട്രസ്റ്റ് പോലെ ഉണ്ടാക്കി അതിലേൽപ്പിക്കുകയും ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും സമാധാനം കൊണ്ടുവരുന്ന, അതുപോലെ തന്നെ ശാസ്ത്രത്തിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ കൊടുക്കുന്നവർക്കൊക്കെ ഒരു നോബൽ പ്രൈസ്, വലിയൊരു പ്രൈസ് മണി അവർക്ക് ഓഫർ ചെയ്യും. ആ പ്രൈസ് മണി വെച്ചിട്ട് ഇന്ന് നോബൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നോബൽ പ്രൈസ് ആണ്. ഒരു രാജ്യത്തിന് ഇപ്പം ഇസ്രായേലിനൊക്കെ 28 നോബൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യന്റെ പേര് മരണത്തിന്റെ വ്യാപാരിയിൽ നിന്ന് ഒറ്റയടിക്ക് സമാധാനത്തിന് കൊടുക്കുന്ന ഒരു ഇതിനകത്തേക്ക് അദ്ദേഹം മാറ്റിയെടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ പർപ്പസ്, ഞാൻ മരിക്കുമ്പോൾ എന്റെ പത്രവാർത്ത എങ്ങനെയായിരിക്കും? വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഇപ്പൊ നിങ്ങൾ പണക്കാരനാവാൻ ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ പറയണം, ഓക്കെ, വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ സ്റ്റേറ്റ് ഓർ വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ ഡിസ്ട്രിക്ട്, അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയാലോ. അങ്ങനെ പണക്കാരനാവാൻ ആഗ്രഹിക്കുന്നവർക്ക്. അതല്ലെങ്കിൽ ഇപ്പൊ ഒരു സമാധാന പ്രിയനാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സോഷ്യൽ വർക്കർ ഇൻ ദ വേൾഡ്, ഹി ഹാസ് ഡൺ ലോട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ വരാവുന്ന രീതിയിൽ നമ്മുടെ ഒരു പർപ്പസ് കൃത്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് അവിടെ നിന്ന് മാറാൻ തുടങ്ങും. ഈ സാധനം ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. കാരണം നമുക്കറിയാം, KGF ആ നായകൻ ഒരു എന്താ പറയാ, ഒരു ചേരിയിൽ നിന്ന് അടിച്ചു തുടങ്ങി വന്ന് എന്താ പറയാ, വലിയൊരാളായിട്ട് ഡോണൊക്കെ ആയിട്ട് മാറുന്ന സമയത്തും അവന്റെ മനസ്സിൽ ഭയങ്കര തീവ്രമായ ഒരു ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു ബി ദ റിച്ച്. ലോകത്തിലെ എല്ലാ സ്വർണവും എന്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ അമ്മേനെ ഒരു റിച്ച് ആക്കിയിട്ട് മരിക്കണം. ഞാൻ പറഞ്ഞ ഇതിന്റെ മോറൽ സൈഡൊക്കെ കുറെ മോശമായിരിക്കും. ഞാൻ പറഞ്ഞ ഇതിനെ ആ ഒരു അർത്ഥത്തിൽ കാണണ്ട. അപ്പൊ ഇന്നാളിതുപോലെ ഞാൻ വേറൊരു വേദിയിൽ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇത്രയും വയലൻസ് ഉള്ള ഒരു പടമാണ്, ഈ പടത്തിനെ എങ്ങനെ സാറിന് ന്യായീകരിക്കാൻ പറ്റും? സോ ഡോണ്ട് ടേക്ക് ദ നെഗറ്റീവ് പോർഷൻസ് ഓഫ് ദാറ്റ്, യു ടേക്ക് ദ പ്ലസ് പാർട്ട് ഓഫ് ദാറ്റ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നമ്മളിപ്പോ എന്ത് മോശത്തിലും ഒരുപാട് നല്ലതുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ പറയും, ഇങ്ങനെയൊക്കെ ആൾക്കാരെ കൊന്നിട്ടാണോ കാശ് ഉണ്ടാക്കുന്നത്, അതാണോ സാർ മോട്ടിവേറ്റ് ചെയ്യുന്നത്? നോ, നെവർ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടായി. അതുകൊണ്ടാണ് എൻറ്റയർ മൂവി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പർപ്പസിന് ബേസ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ വളരെ രസകരമായ ഒരു സീനും കൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഒരു എന്താ പറയാ, അവിടെ ആ കുറച്ചു പേരെ തല്ലുന്ന സമയത്ത്, തല്ലി തിരിച്ചു വരുന്ന സമയത്ത് അവൻ തിരിച്ചു പോയിട്ട് അവൻ ആരാന്ന് മുഖം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാനാ ചെയ്തെന്ന് അവർ കാണണം. അതിന് തല്ലും കൊള്ളുന്നുണ്ട്, പക്ഷെ ഹി ഹാസ് ടു ഹാവ് ആ ഒരു എന്താ പറയാ, ഒരു പ്രസൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു മൂവിയിൽ എനിക്കൊരു ഫസ്റ്റ് ഒരു മെസ്സേജ് തരാനുള്ളത് വെച്ചാല്, നമ്മുടെ ലൈഫിൽ നമുക്കൊരു പർപ്പസ് വേണം എന്നുള്ളതാണ്. ആ പർപ്പസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും, കുറച്ചും കൂടി നന്നായിരിക്കും. രണ്ടാമതൊരു കാര്യം, ഈ മൂവി എനിക്ക് തന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ബി എ ലീഡർ. നമ്മൾ പലപ്പോഴും നമുക്ക് ലീഡർ ആവാനായിട്ട് പേടിയാണ്. എന്തുകൊണ്ടാണ് ലീഡർ ആവാനായിട്ട് നമുക്ക് പേടി? ഒരു ലീഡർ ആയിരിക്കുന്നതിന്റെ ഗുണവും ദോഷവും എന്ന് പറഞ്ഞുതരാം ആരെങ്കിലും? ആരെങ്കിലും? ലീഡർ ആവുന്നത് നല്ലതാണോ മോശമാണോ? എല്ലാ കാര്യത്തിലും കേട്ടില്ല. ഏതാ? എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. വെരി ഗുഡ്. പിന്നെ അംഗീകാരം കിട്ടും. അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തി നന്നായില്ലെങ്കിൽ അതിനുള്ള പേര് വേറെയും കിട്ടും. രണ്ടും കിട്ടും. ബെനിഫിറ്റും ഉണ്ട്, നല്ലതും ഉണ്ട്, ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്? ഞാൻ ബാബു സാർ, നമ്മൾ അതിന് പ്രിപ്പയർഡ് ആകേണ്ടി വരും. കാരണം ഒരാളോട് ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ അതിൽ ഇൻവോൾവ് ആയിരിക്കണം. നമ്മളത് പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ടാകും. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കമ്പനിയിൽ മാനേജർ ആയിരിക്കുന്നതാണ് ഈസി, തൊഴിലാളി ആയിരിക്കുന്നതാണ് ഈസി? തൊഴിലാളി. ശമ്പളം നോക്കുകയാണെങ്കിൽ മാനേജറാണ്. ശമ്പളം നോക്കുകയാണെങ്കിൽ അല്ല, പണി എളുപ്പം ആർക്കാ?
തൊഴിലാളി തൊഴിലാളിക്ക്. ആൾക്കാര് പറയുമ്പോ ഞാനൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ട് എന്റെ ഒരു ലൈഫിൽ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. എല്ലാ പണിയും വെച്ചാൽ അങ്ങനെ തൊട്ടിപ്പണി ചെയ്തൊന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ആദ്യത്തെ കമ്പനിയിൽ അപ്രന്റീസ് ആയിരുന്നു, പിന്നത്തെ കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തു, മൂന്നാമത്തെ കമ്പനിയിൽ അപ്പോളോ ഡൈസിൽ ഞാൻ കൂലിപ്പണിക്കാരനെ പോലെയായിരുന്നു. അവിടുത്തെ ടയർ എടുക്കുക, കാർബൺ ലോഡ് ചെയ്യുക, പിന്നെ ക്യൂറിംഗ് പ്രസ്സിൽ വർക്ക് ചെയ്യുക, പക്കാ ലേബർ. അവിടെ ലാസ്റ്റ് ഞാൻ അവിടുന്ന് പ്രൊമോഷനായി ഞാൻ അവിടുത്തെ ടയർ ബിൽഡർ ആയിരുന്നു. അപ്പോഴും വർക്കറാണ്. പറഞ്ഞ വിശ്വസിക്കില്ല, ഞാൻ ആ കമ്പനിയുടെ ഒരു 20 വർഷമായി. ഇപ്പോഴും ഞാൻ വെളുപ്പിന് പലപ്പോഴും സ്വപ്നം കാണും അവിടെ ടയർ ഉണ്ടാക്കും. ടയർ ഇങ്ങനെ രാത്രി വെളുപ്പിനൊക്കെ ഇങ്ങനെ ടയർ. എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ ആ കമ്പനി ഒരു 20 years ആയി. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത ഒരു മാനേജർ ആയിട്ടാണ്. പക്ഷെ സ്റ്റിൽ ഐ ഡ്രീം ഓൾവേസ് ഐ ആം മേക്കിംഗ് ടയർസ് ഇൻ ദാറ്റ് അപ്പോളോ ഡൈസ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ പിന്നെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ജനറൽ മാനേജറാണ്. എന്റെ കീഴിൽ ഒരു 40-45ഓളം പേരുണ്ട്. എനിക്ക് ആകെ ഒരാളോടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വർക്കർ ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര സുഖമാണ്. കാര്യം പറയുമ്പോൾ നേരത്തെ സിന്ധുമാൻ പറഞ്ഞ പോലെ ശമ്പളം കുറവായിരിക്കും, അതുപോലെ തന്നെ എന്താ പറയാ ഹാർഡ് വർക്കും കൂടുതലായിരിക്കും, ഫിസിക്കൽ വർക്ക് കൂടുതലായിരിക്കും. പക്ഷെ ഒരു ലീഡർ ആവാം. ഞാൻ അപ്പോളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് സൂപ്പർവൈസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പ്രാന്തെടുത്ത് നടക്കണാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ മറ്റേ ടയർ ഉണ്ടാക്കി നമ്മുടെ പണി കഴിഞ്ഞാൽ 8 മണിക്കൂർ കറക്റ്റ് ആയി നമ്മളവിടെ നടക്കും. സൂപ്പർവൈസേഴ്സിന് അങ്ങനെയല്ല. എന്തുകൊണ്ട് പ്രൊഡക്ഷൻ കുറഞ്ഞു, അടുത്ത ഷിഫ്റ്റിലേക്ക് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള സാധനം ഉണ്ടോ, ഇതൊക്കെ റെഡി ആക്കിയിട്ട് വേണം പോകാൻ. അപ്പോ പക്ഷെ ജീവിതത്തിൽ നേരത്തെ സിന്ധുമാൻ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സാമ്പത്തികമായിട്ട് ഉയരണമെങ്കിൽ നമ്മള് കുറച്ചും കൂടി നമ്മുടെ ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എപ്പോഴും ലീഡർ ആയിട്ട് പറ്റുള്ളൂ. അപ്പം KGF എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന കാര്യം 1000 പേർക്ക് ധൈര്യം പകർന്നാൽ ഈ ലോകം നീ കീഴടക്കും. ശരിക്കും ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഏതാണെന്ന് ചെയ്താണ് എന്താണ്, നിന്റെ പിന്നിൽ 1000 പേരുണ്ടെന്നുള്ള ഒരു ധൈര്യം നിനക്കണേ നിനക്ക് ഒരു യുദ്ധം ജയിക്കാം. പക്ഷേ നീ മുമ്പിലുണ്ടെന്നുള്ളത് ഒരു 10,000 പേർക്ക് ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ലോകം കീഴടക്കാൻ പറ്റും. നീ മുൻപിലുണ്ടെന്നുള്ള ധൈര്യം ഒരു 10,000 പേർക്ക് ധൈര്യം കൊടുക്കാൻ പറ്റി കഴിഞ്ഞു. നീ മുമ്പിലുണ്ട്, ഓക്കെ, ഓസ്റ്റിൻ സാർ ഫ്രണ്ടിലുണ്ട്, സോ വി വിൽ ബി ലീഡ്, വി വിൽ ബി വിത്ത്. അതല്ലാതെ 1000 പേര് എന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1000 പേര് എപ്പോ പോകുന്നുള്ളത് നമുക്ക് ഒരു പിടിപാടില്ലാത്ത കാര്യമാണ്. കാര്യം അവർ വേറൊരു ലീഡറെ കണ്ടു കഴിഞ്ഞാൽ അവർ പോകും. കാരണം നമ്മൾ മുമ്പിലുണ്ടെന്നുള്ള ധൈര്യം. ഇപ്പൊ ഒരു കുടുംബത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു അച്ഛന്റെ റോൾ എങ്ങനെയാണ് അച്ഛനെ വെക്കുന്നത്? അച്ഛൻ അവിടെ പണി കൂടുതൽ എടുത്തിട്ടൊന്നുമല്ല. ചിലപ്പോ അച്ഛനേക്കാളും ഒരു 100 ഇരട്ടി പണിയെടുക്കുന്നത് അമ്മയായിരിക്കും, അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ അച്ഛനെ റെസ്പെക്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ അച്ഛൻ എന്റെ മുമ്പിലുണ്ടാവും. പുള്ളിക്കാരൻ അത് ഫേസ് ചെയ്തോളൂ. അതില്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന CEO അവിടുത്തെ AC റൂമിൽ ഇരിക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ അവിടുത്തെ വർക്കർ ഫാക്ടറിയിൽ തിളച്ചു ചൂടിൽ പണിയെടുക്കുന്നവനായിരിക്കും. അതുപോലെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയത്ത് വന്നാൽ മതിയായിരിക്കും. ഫാക്ടറിയിലെ വർക്കർക്ക് കറക്റ്റ് ടൈമിൽ പഞ്ച് ചെയ്യണമായിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് എന്താ പറയാ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഫാക്ടറിയിൽ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ വർക്കർ മേടിക്കുന്നതിന്റെ ഒരു 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ശമ്പളം ആ കമ്പനിയിലെ CEO വാങ്ങുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? ആ CEO വാങ്ങുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഹീസ് ദ ലീഡർ. കാരണം അയാള് മുമ്പിലുള്ളതുകൊണ്ടാണ് ആ കമ്പനി മുന്നോട്ട് പോകുന്നത്. അയാള് അയാൾ ഡൗൺ ആവുന്നോ അന്ന് ആ കമ്പനിയുടെ ഗതി താഴോട്ടാവും, ആ കമ്പനി പൂട്ടി പോകും. അതുപോലെ ഒരു ഫാമിലിയില് ഒരു അച്ഛൻ മുൻപിൽ നിന്ന് നയിക്കുമ്പോ, അച്ഛൻ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം മോളെ എന്ന് പറയുമ്പോ കൂടെ വർക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഒരു രാഷ്ട്രീയത്തില് എങ്ങനെ നേതാക്കന്മാരാവുന്നത്? ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾക്കറിയാം പിണറായി വിജയൻ, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം നോട്ട് മോസ്റ്റ് പവർഫുൾ പേഴ്സൺ, ഫിസിക്കലി അത്ര വലിയ പവർഫുൾ ഒന്നുമല്ല, പക്ഷെ മെന്റലി ഹീസ് മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഹീസ് മേക്കിംഗ് പേഴ്സൺസ് ടു ഡു തിങ്സ്. അതുപോലെ തന്നെ ഇപ്പൊ നരേന്ദ്രമോദി ലാസ്റ്റ് 3 times പുള്ളി പ്രധാനമന്ത്രി ആവുന്നു. എങ്ങനെ സാധിക്കുന്നു? ഈസ് സോ പവർഫുൾ. കാര്യം ആളൊരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയിരിക്കും, അല്ലെങ്കിൽ നടത്തും. അപ്പൊ അയാള് മുമ്പിലിടുന്നുള്ള ധൈര്യത്തിലാണ് ബാക്കിയുള്ളവരൊക്കെ
അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് പലപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺഗ്രസിന് പലപ്പോഴും വിജയിക്കാൻ പറ്റാത്ത കേസ് വെച്ചാല് ദേ കാൺ ഷോ എ ലീഡർ. ഇപ്പൊ പറയുമ്പോ ഇപ്പം കേരളത്തിലെ അവസ്ഥ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാലും ആരെ ലീഡർ എന്ന് പറയും. ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും ലീഡറാണ്. നമ്മുടെ ഐ എം നോട്ട് ഡിസ്കസിങ് ദ പൊളിറ്റിക്സ്, ബട്ട് വട്ട് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് ഒരാളെ ഫോക്കസ് ചെയ്യാൻ പറ്റുക. ഇയാള് നമ്മുടെ കൂടെ ഉണ്ട്, ഇയാള് നമ്മുടെ സംഭവം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലെവൽ വേറെ. അപ്പൊ ഈ ഒരു മൂവി കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഒരു ലീഡർ ആവാന്നുള്ളതാണ്. ഈ KGF മൂവിയിലേക്ക് തന്നെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവൻ അവിടെ വന്നിട്ട് ആ KGF-ന്റെ അകത്ത് കയറിയിട്ട് അവൻ ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാരെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാണ്. ഒരു അന്ധനായിട്ടുള്ള ഒരാളുടെ ഒക്കെ ഭയങ്കര മൊമെന്ററി സീനാണ്. അയാൾ കണ്ണില്ലാത്ത ഒരാളെ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുകൊടുക്കുന്നതും അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി നിൽക്കുന്നുണ്ട്. KGF പാർട്ട് 2 ആകുമ്പോഴേക്കും ആ പാർട്ട് 1 അവൻ ക്രിയേറ്റ് ചെയ്ത ഒരു മൊമെന്റം ആ ആളുകൾ മുഴുവൻ അത് ഏറ്റുപിടിക്കുന്നുള്ളതാണ്. ശരിക്കും ആ മറ്റേ വില്ലനെ ഫസ്റ്റ് പാർട്ടിൽ വില്ലനെ കൊല്ലുന്ന സമയത്ത് ആളുകൾ മുഴുവനും ഇവന്റെ കൂടെ ചേരുന്ന കേസ് എന്ന് വെച്ചാല് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട്, അതായത് ആ ഒരു പൂജാ സ്ഥലത്ത് വെച്ചിട്ട് അത്രയും പ്രബലനായ ഒരു വില്ലനെ അവൻ കൊന്നു എന്ന് പറഞ്ഞപ്പോ ആ ഒരു ധൈര്യം, അതുവരെ അവർക്ക് ഉണ്ടായിരുന്ന, അയാളോട് ഉണ്ടായിരുന്ന, ആ വില്ലനോട് ഉണ്ടായിരുന്ന ജനത്തിന്റെ അല്ലെങ്കിൽ ആ കോറിയിലുള്ള ആൾക്കാരുടെ മുഴുവൻ ദേഷ്യവും ഇവനോടുള്ള ഒരു ആരാധനയായിട്ട് മാറാണ്. അവിടെ അമ്മ പറഞ്ഞ വാക്കുകൾ കറക്റ്റ് ആവാണ്. ആയിരങ്ങൾ പിറകിലുണ്ടെന്നുള്ള ധൈര്യമല്ല, ഇവൻ മുമ്പിലുണ്ടെന്നുള്ള ധൈര്യം ആളുകൾ ഇവന് വേണ്ടി ആർപ്പ് വിളിക്കാൻ തുടങ്ങുകയാണ്. ഇവൻ റോക്കി ബായ് എന്ന് പറയാനായിട്ടുള്ള ഒരു സ്നേഹത്തിലേക്ക് വളരാനുള്ള കാര്യം വെച്ചാല് അവരെ ഏറ്റവും വെറുത്തിരുന്ന ഒരാളെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഏറ്റവും ക്രിട്ടിക്കൽ മൊമെന്റിൽ വെച്ച് ഇവൻ വകവരുത്തുന്നതോടുകൂടി എൻറ്റയർ ടീം കെയിം ബാക്ക്. അതായത് അത്രയും വലിയ പ്രോബ്ലത്തെ വളരെ ഈസി ആയിട്ട് അവൻ ചെയ്തു. അപ്പൊ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവണം, നമുക്ക് നേരത്തെ പറഞ്ഞ റിച്ച് ആവണമെങ്കിൽ, ഐ എം ഗോയിങ് ടു ക്ലോസ് ദ ക്ലാസ് നൗ, വി ക്യാൻ കണ്ടിന്യൂ ദ പാർട്ട് 2 ഇൻ ദ നെക്സ്റ്റ് സെഷൻ. നമ്മൾ 2 കാര്യങ്ങളാണ് ഈ ഒരു മൂവി നമുക്ക് എനിക്ക് തന്ന ഒരു ഒന്ന് ലൈഫിൽ പർപ്പസ് വേണം. അതിപ്പോഴും ഐ എം ഗോയിങ് ടു സേ ദാറ്റ് യുവർ പർപ്പസ് ആർ നോട്ട് ക്ലിയർ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, ഓക്കെ ഞാൻ മരിക്കുമ്പോൾ എന്ത് ആണ് എന്റെ ശവകുടീരത്തിൽ എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ കുറിച്ചുള്ള പ്രസംഗം, അനുസ്മരണ പ്രസംഗത്തിൽ എന്തായിരിക്കും ആളുകൾ എന്നെ കുറിച്ച് പറയേണ്ടത്, അതിന് കൃത്യമായ ധാരണ വേണം. ഇവിടെ എന്താ പറയാ, ബാബു ജീവിച്ചിരുന്നു, ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയണേക്കാളും, സോ വാട്ട് വാസ് ബാബു ഈ സമൂഹത്തിനോട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ അബിത എന്തായിരുന്നു ഈ സമൂഹത്തിന് ചെയ്തത്, അല്ലെങ്കിൽ അബിത മരിക്കുന്ന സമയത്ത് എന്തായിരിക്കും മരണപ്രസംഗം എന്താണെന്നുള്ളത് ഇപ്പോഴേ നമുക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാല് ദാറ്റ് ഈസ് എ പർപ്പസ്. അങ്ങനെ പർപ്പസ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാല് വി ഹാവ് ടു ബിക്കം ദ ലീഡർ ഓൺ ദാറ്റ് ഏരിയ. ഒരുപാട് പേരെ സഹായിക്കുന്ന, നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ഒരു ധൈര്യം ഒരു 10,000 പേർക്ക് പോട്ടെ, ഒരു 10 പേർക്കെങ്കിലും ഒരു ധൈര്യം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ that will be the great thing. So thank you so much. Thanks a lot. I hope you have enjoyed this session. Over to you, Mufidah. Okay, thank you. Gobi, over to you, Gobi. Thank you. Okay sir, then ഈ ഒരു സെഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഫീഡ്ബാക്ക് പറയാനുണ്ടായിരിക്കും. എനിവേ ഒരു സെഷനിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സെഷനിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്തോളൂ. Yes, ma'am. Good morning. Magic morning, Austin sir. Magic morning, Babu sir. വെരി ഗുഡ്. വളരെ വണ്ടർഫുൾ സെക്ഷൻ ആണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം സാറിന്റെ ഓരോ ക്ലാസ്സുകളും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമായിട്ടായിരിക്കും സാർ വന്നിട്ടുള്ളത്, യാത്ര ചെയ്യിക്കുന്നത്. അതുപോലെ ഇന്ന് നമ്മുടെ ജീവിതം ജീവിച്ച് മരിച്ചു പോകുമ്പോൾ നമ്മൾക്കൊരു പർപ്പസിന്റെ ബേസിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ പേര് നമ്മളെ സ്മരിക്കുകയുണ്ടാവും. അതിനൊരു തുടക്കം കുറിക്കണം എന്ന് സാറ് സൂചിപ്പിക്കേണ്ടായിരുന്നു. ഒരു പർപ്പസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നമ്മളൊരു ഗോളായിട്ട്, എയിമായിട്ട്, അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പർപ്പസ് സക്സസിലേക്ക് വരികയും ഇതുപോലെ കുറെ പേരെങ്കിലും നമ്മളെ സ്മരിക്കുന്ന ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു ജീവിതം നമ്മൾക്ക് അവസാനിപ്പിച്ച് പോവാൻ നമ്മൾക്ക് കഴിയും എന്നിവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഒരു പർപ്പസ് ഇല്ലാതെയാണ്, റെഡി ആണെങ്കിലാകട്ടെ അല്ലെങ്കിൽ കിട്ടിയാ കിട്ടി എന്നുള്ളൊരു മട്ടിൽ പോകുമ്പോഴാണ് നമുക്കത് സക്സസ് ആകാൻ പറ്റാത്തത് എന്ന് ഓർക്കേണ്ടതാണ് ഇവിടെ. പിന്നെ ഒരു സാറുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയുണ്ടായി.
ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളെല്ലാവരിലും പ്രിപ്പയർഡ് ആയിരിക്കണം, അതിൽ നമ്മൾ സക്സസ് ആയിരിക്കണം, നമുക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റിയും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും ഈ പർപ്പസ് സക്സസിലേക്ക് പോകും. ആ പർപ്പസ് സക്സസിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ സക്സസ് ആകും, നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അത് ഈ പറഞ്ഞോളം നമ്മൾക്ക് അനുമോദനത്തിൽ നമുക്കത് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ നമുക്ക് അത്തരത്തിൽ നല്ലൊരു സ്മരണ കുറെ പേരിൽ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് പോകാൻ കഴിയും. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. Okay, thank you, Bab sir. Thank you so much. Then Preeta ma'am. ഹലോ, മാജിക് മോർണിംഗ് ഓൾ. സാർ പറഞ്ഞ പോലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കി വെക്കുക. അതായത് നമ്മളെ എന്നും ഓർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ എന്നും സ്മരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ടതുണ്ട്. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലല്ല, എന്തായാലും പണം തന്നെയാണ്, പണം വേണം, അത് തന്നെയാണ് മെയിൻ ആവശ്യം. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ആളുകളെ സഹായിച്ചുകൊണ്ട്, അതായത് എല്ലാവരും ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ട് അങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് എന്റെ മനസ്സിൽ ഞാൻ ദൃഢപ്രതിജ്ഞയായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Thank you, Preeta ma'am. Then Danuj sir. Danuj sir. ഹലോ. Okay. സാർ, നമുക്ക് സാർ പറഞ്ഞ ടോപ്പിക് വെച്ചാൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് KGF പാർട്ട് 1 എന്നുള്ളത്. KGF എന്നൊരു സിനിമയെക്കാട്ട് ഉപരി ഒരു വികാരം തന്നെയാണ്. കാരണം ഞാൻ KGF ഭയങ്കര വലിയൊരു ഫാനാണ്. ഞാൻ ബിസിനസ് തുടങ്ങുന്ന സമയത്താണ് KGF ഒരു ഫിലിം ഇറങ്ങുന്നത്. ഞാനൊരു അപ്രതീക്ഷിതമായിട്ട് ആ KGF ഫിലിം കാണുകയും അതിനുശേഷം സെക്കൻഡ് പാർട്ട് വരെ എന്റെ ഒരു ഹാങ് ഓവർ എന്റെ അടുത്ത് പോയിട്ടില്ല. കാരണം എനിക്ക് ആ ബിസിനസ് തുടങ്ങുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് KGF BGM KGF സോങ്സ് ഒക്കെ ആയിരുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട KGF ഓരോ ഡയലോഗ്സുകൾ, സാറ് നേരത്തെ ഇട്ട പോലത്തെ ഡയലോഗ്സ്, അതൊക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യം തന്നെയാണ്. പിന്നെ അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയ പാഠവും സാറ് പറഞ്ഞത് പർപ്പസും ലീഡർഷിപ്പും തന്നെയാണ്. പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ ഒരു പർപ്പസ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ ലീഡർ ആകുക എന്നുള്ളതാണ്. അവൻ 1000 പേര് പുറകിലുണ്ട് എന്നൊരു ധൈര്യമല്ല, ഞാൻ മുന്നിലുണ്ടെന്ന ധൈര്യത്തിലാണ് 1000 പേര് പുറകിലുള്ളത്. അപ്പൊ ആ ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അല്ല അതിലൊരു പർപ്പസ്ഫുൾ ആകുക എന്നുള്ളതാണ് അവരുടെ ജീവിത ലക്ഷ്യം തന്നെ. അത് അമ്മ കൊടുത്ത ഒരു മോട്ടിവേഷൻ, അമ്മ കൊടുത്ത ഒരു വാക്കിനെ പുറത്ത് ഏതറ്റം വരെയും ഞാൻ പോകുമെന്നുള്ള പ്രതിജ്ഞ എടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പേര്, 10,000 പേരുണ്ടെങ്കിൽ ആ 10,000 പേരിൽ നിന്ന് ഒരാൾ വ്യത്യസ്തനായതിന്റെ റീസൺ എന്ന് വെച്ചാൽ പർപ്പസും ലീഡർഷിപ്പും തന്നെയാണ്. സാർ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അത് പറഞ്ഞു തന്ന് മനസ്സിലാക്കി. അത് ഭയങ്കര നല്ലൊരു മീറ്റിംഗ് തന്നെയായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. Okay, thank you, Danuj sir. Then Sindhu ma'am. ഹായ് ഓസ്റ്റിൻ സാർ. ഹായ്. എന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് സഹായങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥകളൊക്കെ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അതൊന്നൊക്കെ ബെറ്റർ ആയി നിൽക്കണം. അപ്പൊ അതുപോലത്തെ ഒരു സാഹചര്യത്തിൽ പെടുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കുന്നുള്ള. ഞാൻ ഒരു കാര്യം പറയാം. എന്റെ കൂടെ ഒരു ലേഡി, അവൾക്കൊരു 10-26-30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അവളൊരു അവിവാഹിതയാണ്. എങ്ങനെയോ ഒരു സാഹചര്യത്തിൽ അവളെ ഒരാള് നശിപ്പിച്ച് അവൾക്കൊരു ഒരു കുട്ടിയുണ്ട്. അപ്പൊ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റാതെ, എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഇറങ്ങാൻ പറ്റാതെ വീട്ടിനകത്ത് തന്നെ ഇരുന്നിരുന്ന ഒരാളാ. പഠിക്കാൻ പോയിരുന്ന കാലത്ത് അത് സംഭവിച്ചത്. അവളെ സമൂഹം അങ്ങനെയാണ് പിന്നെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ എനിക്ക് എന്തോ അന്നൊക്കെ കുറച്ചായിട്ട് ഒരു 5-6 വർഷം മുന്നേ ഞാൻ അംഗൻവാടിയിൽ അന്നൊക്കെ താൽക്കാലികമായിട്ട് ഇങ്ങനെ ഹെൽപ്പർമാരെ വെക്കും. അപ്പൊ ഞാൻ ആ കുട്ടീനെ വിളിച്ചു, നിനക്ക് എന്റെ കൂടെ ഹെൽപ്പറായിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ കുറെ സങ്കടപ്പെടുകയും ചെയ്തു. പാവപ്പെട്ടൊരു ഫാമിലിയാ. ഞാൻ പറഞ്ഞ എന്തായാലും നീ വാ, നിന്നെ ഞാൻ സമൂഹത്തിലേക്ക് ഇറക്കി തരാം. അങ്ങനെ എന്റെ കൂടെ അംഗൻവാടിക്ക് 2-3 പ്രാവശ്യം 3 മാസമായിട്ട് വർക്ക് ചെയ്തു. ഇപ്പൊ അവള് എന്നെക്കാളുപരി സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാനും സമൂഹത്തിൽ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യാനും പറയുമ്പോ തന്നെ എന്റെ മേല് കുളിര് വരിക. ഞാൻ അത്രയും മനസ്സറിഞ്ഞ് ചെയ്തൊരു കാര്യമായി. അവളിന്ന് ഞാൻ സമൂഹത്തിന് മുന്നിലേക്ക്
ഇറക്കി കൊടുത്ത്. അത് ഇന്നും പറയും, സിന്ധു ടീച്ചർ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലട്ടാ പറയും. കാരണം ഇന്ന് അവളൊരു സ്കൂളിലായേന്. ഒരു സ്കൂളിൽ പോയി, അവിടുന്ന് കഴിഞ്ഞ് പിന്നെ വേറെ സ്കൂളിലേക്ക് ഇപ്പൊ കിട്ടിയിട്ട് അങ്ങോട്ട് മാറി. ഇപ്പോളായ അവളെ മോള് കല്യാണം കഴിച്ചു കൊടുത്ത് പ്രസവിച്ചെടുക്കണ കുട്ടി, അവളെ ലൈഫ് ഇതായി. ഇനിയിപ്പോ അവൾക്കൊരു വീട് വെക്കണം, അതാണ് ഇനി അവളെ ലക്ഷ്യം. ഞാൻ എപ്പോഴും പറയും, ശ്രമിച്ചോ, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തന്നിരിക്കുന്നു പറയും. അപ്പൊ അങ്ങനെ അവളെന്നെ മോട്ടിവേറ്റ് ചെയ്ത് അവളെന്നെ സമൂഹത്തിന് മുന്നിലേക്ക് ഇറക്കിയത് ഞാനാ. അതുപോലെ തന്നെ ഒരു ഫാമിലിക്ക് ഒരു ജോലി ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറൊരു ഫാമിലി, ഭർത്താവ് ഗൾഫിൽ നിന്ന് സുഖമില്ലാതെ വന്നിട്ട് വീട്ടിൽ കുടുംബത്ത് ഭയങ്കര ഇതായിട്ട് അവളെ ഞാനൊരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് റെക്കമെൻഡ് ചെയ്ത് അവിടെ ജോലി ഇന്നും ചെയ്തു പോരുന്നുണ്ട്. അപ്പൊ 2 ഫാമിലിക്ക് ഞാനൊരു രക്ഷ ആയിന്ന്. ഒന്നുമില്ലെങ്കിൽ ഞാൻ മരിക്കുമ്പോ എന്തായാലും അവര് പറയും, 10 ആളോടെങ്കിലും അവര് പറയും, ആ ടീച്ചർ കാരണം എനിക്ക് ഇങ്ങനെ ജോലി കിട്ടി, അല്ലെങ്കിൽ ആ ടീച്ചർ കാരണം ഞാൻ ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി എന്നുള്ളത് പറയുന്നുള്ള 100% എനിക്ക് ഉറപ്പ്. ഇന്നും ഞാൻ കേൾക്കുന്നുണ്ട് അവർ പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ആൾക്കാരെ സഹായിക്കണമെന്നുണ്ട് സാറേ. കാരണം ആദ്യം ഞാൻ പണക്കാരിയാവും ഉറപ്പ്. ഞാനൊരു പണക്കാരി ആയാല് ഞാൻ പാവപ്പെട്ടവരെ കല്യാണങ്ങൾക്കും എല്ലാറ്റും ഞാൻ സഹായിക്കും. അതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാ. ഓക്കെ, താങ്ക് യു സാർ. നല്ല സാറേ എടുത്ത ആ ഒരു കഥ നല്ല കഥയായിരുന്നു. കാരണം ആ ഒരു അമ്മയ്ക്ക് കൊടുക്കുക, അതേപോലെ ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു ദൃഢപ്രതിജ്ഞയാണത്. ഞാൻ എന്നോട് തന്നെ സ്വയം ചെയ്യുന്ന ദൃഢപ്രതിജ്ഞയാണ്. ഞാൻ സമൂഹത്തിൽ വലിയവനാവും, ഞാൻ മറ്റുള്ളവരെ സഹായിക്കും, യാതൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കും. ഓക്കെ സാറേ, ഓക്കെ, താങ്ക് യു. സിന്ധു മാം, എന്തായാലും മാമിന്റെ പ്രാർത്ഥന പോലെ എല്ലാ കാര്യങ്ങളും സഫലമാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, ദെൻ നെക്സ്റ്റ് ആരാ വരുന്നേ? മാജിക് മോർണിംഗ്. അതുമായിട്ട് സിന്ധു മാഡത്തിന്റെ ആ ഒരു ജീവിത ലക്ഷ്യത്തിന് ഒരു നന്ദി എന്റെ പേർക്ക് ഞാൻ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു മാഡം. ജീവിതത്തിലൊരു ലക്ഷ്യം നമ്മുടെ എല്ലാവരുടെയും പക്ഷെ ആരും അത് ശരിക്കും അറിയുന്നില്ല. എന്തിനോ വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി. കാരണം ജീവിതത്തിൽ ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ എല്ലാവർക്കും. ഒരു രീതി പറഞ്ഞാല് ഈ നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നുപെട്ടത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ലക്ഷ്യം തിരിച്ചറിയാൻ എനിക്കും സാധിച്ചത്. കാരണം എല്ലാവരെയും സഹായിക്കുക എന്നുള്ള മനോഭാവം നമ്മുടെ അടുത്തുണ്ട്, പക്ഷെ അതിനുള്ള സാമ്പത്തികം നമ്മുടെ അടുത്തില്ല. അപ്പോ കഴിയുന്ന രീതിയിൽ സഹായിച്ചുകൊണ്ട് പോവുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. എന്നാല് ഇന്നിപ്പോ ഒരു ലീഡർ, അതായത് ഒരു കാര്യം, ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കണം എന്നുണ്ടെങ്കിൽ ലീഡർ ആവുക തന്നെ വേണം. അവിടെയാണ് ആ ഉത്തരവാദിത്തത്തിന്റെ ഒരു ചുമതല അവിടെ വരണത്. അപ്പം ആ രീതിയിൽ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ആ ലെവലിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ സാറിന്റെ ക്ലാസ് വളരെയധികം ഗംഭീരമാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എടുത്തുകൊണ്ട കാര്യമില്ല. എന്നിരുന്നാലും എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദനം ഉണ്ടാക്കി തന്ന ഒരു ക്ലാസ് ആണ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പ്രകാശൻ സാർ. ഓക്കെ, താങ്ക് യു പ്രകാശ് സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓസി സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു ഫിലിമിൽ നിന്ന് എനിക്ക് തോന്നുന്നു അധികം ആരും ഇതിനെ കുറിച്ച് വല്ലാണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. മേ ബി ഒരുപാട് ആൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഇൻഫർമേഷൻ ഈ ഒരു ഫിലിമിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് ടു ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. Thank you all. Thank you all. Thank you. Thank you very much.